ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഗംഭീര മഴ പെയ്തു. മഴയിൽ കുളിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. അല്ല ദീപുവിന് ഇന്ന് ദോശ വേണ്ട, ഇഡ്ഡലി വേണ്ട, പുട്ട് പിന്നെ കഴിക്കില്ല, വെള്ളപ്പം വേണമെന്ന് പറഞ്ഞു. വെള്ളപ്പം നമുക്കിപ്പോൾ ഇവിടെ അടുത്ത് കിട്ടുന്നത് വാടാനപ്പള്ളിയിലൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വാടാനപ്പള്ളിയിൽ പോയിട്ട് വെള്ളപ്പവും ചട്നിയും ഒക്കെ കഴിച്ചു. അമ്മയ്ക്ക് പാഴ്സൽ വാങ്ങി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല മഴ ആയതുകൊണ്ട് ആകെ നനഞ്ഞ് കുളിച്ചു. ബൈക്കിലായതുകൊണ്ട് തന്നെ കോട്ടയൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മൊത്തത്തിൽ നല്ലൊരു ദിവസമായിട്ട് തോന്നി. കാരണം ഇന്നലെ ഞാൻ 9 മണിക്ക് കിടന്നുറങ്ങി. എന്നിട്ട് പുലർച്ചെ ഒരു 1 മണി 2 മണിയാകുമ്പോൾ എഴുന്നേറ്റു. നല്ല ഉണർവോടെയാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്ത് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ പോയി കുളിച്ച് ഫ്രഷായി യോഗ ചെയ്തു. സാധന മെഡിറ്റേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനും ദീപം ഒരുമിച്ചാണ് ചെയ്തത്. അമ്മ അതിന് മുമ്പേ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയി. സാധാരണ ഏത് ദിവസമായാലും ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മിനിമം ഒരു 8 മണി കഴിയും. അത് പിന്നെ 10-11 മണി വരെ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു തുടക്കമായിരുന്നു. പിറന്നാളിന് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ആദ്യം ഓർമ്മ വരുന്നത് ഡാഡിനാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുതിർന്ന ഒരു പ്രായം ആവണ വരെ ഡാഡി എല്ലാ ബർത്ത്ഡേക്കും കേക്കായാലും മിഠായാലും മുടക്കിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പം വളർന്ന ആൾക്കാർക്ക് ആർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ ചെറുപ്പം തൊട്ട ഓലപ്പരയിലൊക്കെയാണ് വളർന്നത്. എന്നാൽ പോലും എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ ഓണം വിഷു എന്ന് പറയുന്ന പോലെ തന്നെ വലിയൊരു സെലിബ്രേഷൻ ആയിരുന്നു എൻ്റെയും അനിയൻ്റെയും ബർത്ത്ഡേ. ഇപ്പം 2 ബർത്ത്ഡേക്ക് അച്ഛൻ പുതിയ ഡ്രസ്സ് വാങ്ങുക, അതുപോലെ തന്നെ മിഠായി വാങ്ങുക, തൊട്ടയൽപക്കങ്ങളിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ എല്ലാ ബർത്ത്ഡേക്കും മിഠായി കൊടുക്കണം. അപ്പം എനിക്കെപ്പോഴും പിറന്നാൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഡാഡിനെയാണ്. അപ്പോൾ ദീപുവിൻ്റെ ആയാലും എൻ്റെ മുമ്പിൽ വരുന്ന ഏതൊരു ബർത്ത്ഡേയിലും എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. മിഠായി വാങ്ങുക, കേക്ക് മുറിക്കുക, സദ്യ കഴിക്കുക. ഇപ്പോൾ കുറേ നാളുകളായിട്ടുള്ള പരിപാടിയാണ് അമ്പലത്തിൽ പോലെ. ചെറുപ്പത്തിലൊക്കെ അച്ഛൻ സഖാവായതുകൊണ്ടും അച്ഛൻ അമ്പലത്തിൽ പോകണ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും അമ്പലത്തിൽ അങ്ങനെ പോകാറൊന്നുമില്ല. ഞാൻ കുറച്ച് മുതിർന്നപ്പോഴാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ബിലീഫിൻ്റെ ഭാഗമായിട്ട് ഞാൻ അമ്പലത്തിൽ പോലെ തുടങ്ങിയത്. ദീപുവിനായാലും അമ്പലത്തിൽ പോണത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി. ഇനിയിപ്പോൾ പിറന്നാളിൻ്റെ സദ്യയുടെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. എന്താണ് നിൻ്റെ ആഗ്രഹങ്ങൾ? ഇവിടെ ഇരിക്കേ. പിറന്നാളായിട്ട് നിനക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്നാണ് ആഗ്രഹം? പറയ്, കേക്കട്ടെ. ആദ്യം തന്നെ കാബേജ് ഉപ്പേരി, പിന്നെ പപ്പടം, സാമ്പാർ വേണ്ടേ? അതെന്താ സാമ്പാർ വേണ്ടത്? കാരണം പറയ്. ബോറടിച്ചാ? എന്താ കൊറേ ദിവസം അമ്മ വെച്ചിട്ടാവൂല്ലേ? എന്നാലും സാമ്പാറില്ലാണ്ട് സദ്യ ശരിയല്ല. അപ്പൊ അതുകൊണ്ട് സാമ്പാർ എന്തായാലും ചെറുതായിട്ട് ഉണ്ടാക്കാം. പിന്നെ അമ്മ ഇങ്ങോട്ട് വാ. അമ്മ എന്താ അവിടെ കറിയേ? പിന്നെന്ത് കണ്ണൊക്കെ തുടങ്ങിയിട്ടില്ല? വേർത്തിട്ടല്ലേ? ആ പറയേ. സാമ്പാറല്ലേ, പിന്നെ മോരുകറി. മോരുകറി വെക്കണ്ട അമ്മ? സാമ്പാറും പിന്നെ മോരുകറി വേണം. കണ്ടല്ലേ? ഇന്ന് റെസിപ്പി ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള നമ്മുടെ സദ്യയുടെ ഒരുക്കങ്ങളൊന്ന് കാണിക്കുക. സെലിബ്രേഷൻ അത്രേ ഉള്ളൂ. എന്നിട്ട് സാമ്പാർ ഞങ്ങൾ വെക്കുന്നത് ഓല വേണ്ടേ? ചോറായി. പായസം ഇന്ന് പ്രഥമനാട്ടാ. പിറന്നാള് പ്രമാണിച്ച് പ്രഥമനാണ്. പറ്റില്ലേ? അമ്മാമ്മയ്ക്ക് കുറച്ച് കൊടുക്കണ്ടേ? അമ്മയ്ക്ക് കൊടുക്കണ്ടേ? അപ്പം അവിടേക്ക് കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ള സാധനം പ്രഥമം. കുറച്ചല്ല, ആവശ്യത്തിന് കഴിക്കണം. ഓക്കെ. ഓലൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത്ര പോരെ? ഞാനാലോചിക്കണതമ്മ സാമ്പാർ വയ്ക്കേണ്ടെന്നാ. നമുക്ക് നല്ല ലൂസായിട്ടൊരു മോരുകറി കൊണ്ട് വയ്ക്കാം. അവൾക്ക് സാമ്പാർ വേണമെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് സാമ്പാർ? നമ്മൾ മോരുകറി കൂട്ടി നല്ല പടം തുടങ്ങി അല്ലേ?
തീറ്റ പിടിച്ചേ. മിഠായി. ടോപ്പ് നല്ലതാ. ഇട്ടോക്ക് ഇട്ടിട്ട് വരുമോ? ഇട്ടിട്ട് മാറി ഇട്ടുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പാകണ്ടോ നോക്കണ്ടേ? അല്ലെങ്കിൽ കേക്ക് മുറിക്ക് മുട്ടാലും മതി. കൊള്ളോ നോക്കാം ആദ്യം. സൗണ്ട് കേൾക്കണത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. നോക്കട്ടെ, നല്ല ഭംഗിൻ്റെ ഇട്ടാ. ഒരു കുഴപ്പമില്ല, എവിടെയും കീറിയിട്ടൊന്നുമില്ല. അത് ചെറിയ കിട്ട് എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടാവും. കീറിയിട്ടൊന്നുമില്ല. അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞേക്ക്, ശരിക്കും നേരക്ക് കലക്കിൻ്റെ അല്ലേ അമ്മ? അമ്മ നോക്കിയമ്മ നോക്കിയ ദീപ നോക്കിയ എങ്ങണ്ട് മീൻ്റെ. എന്നിട്ട് കേക്ക് മുറിക്കുമ്പോട്ടെ അല്ലേ? എന്നാ പോയി മാറിട്ടോ. എന്താ ദീപൻ്റെ ഉഷാർ മിഠായി കണ്ട. ഫ്രണ്ടിലത്തെ പോലെ ഉണ്ടോ അടിക്കല് ദീപ? നല്ല മിഠായി. ഉപ്പ് നല്ല ഇഷ്ടം. മിഠായി കൊടുക്കാനായിട്ട് രണ്ടുപേർ പുറപ്പെട്ടിരിക്കുകയാണ്. തുറക്കണമെന്നില്ലേ? കൊടുത്താ പിടിച്ചോ. അത് കയ്യിൽ വെച്ചോ, ആരെയും വരുമ്പോൾ കൊടുക്കാലോ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ കുറച്ചാൾ എനിക്ക് തന്നാൽ മതി, ഞങ്ങൾ തന്നോളാം. ഇതിൽ ഷോർട്ട് കട്ടല്ലേ, അല്ലാണ്ട് പൊക്ക നോക്കി വല്ല പാമ്പുണ്ടോ നോക്കണേ. കൊടുത്തിട്ട് വാ, ഞാൻ അവിടെ കേട്ടാ. അവിടെ പോയിട്ടുണ്ട്, പോരും. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? പിന്നെ ആരുല്ലേ ഇവിടെ? വാ. വരണ്ട് അപ്പൊ ഇത്ത നമ്മുടെ വ്ളോഗിൽ വിട്ടില്ലേ? പറഞ്ഞാ മതിട്ടാ. എന്നാ പോവാ. ഇനി കേക്ക് മുറിച്ചിട്ട് ദീപൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കാം അല്ലേ? മതി. കരിയും. അയ്യോ കരിഞ്ഞ. ഓഫ് ചെയ്താ. പായസത്തിൻ്റെ പരിപാടി കൊണ്ട് ബാക്കിയുള്ളേ. ഇന്നത്തെ പായസം സ്പെഷ്യലാണല്ലേ ദീപോ? ഇളനീർ പായസമാണ്. കരിഞ്ഞ് പോയിടി മോളെ ചെറുതായിട്ട്. ഉണ്ട് ഇത് കുറച്ച് കരിഞ്ഞ കുഴപ്പമില്ലല്ലേ? എന്തെങ്കിലും ആവട്ടെ. പായസം ഇൻസ്റ്റൻ്റാണ്, അല്ലാണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടാ. എല്ലാം മോർച്ചു. വേം വാ കേക്ക് മുറിക്കണ്ട. ഓ ഹാപ്പി. അതിൻ്റെ മേലേക്ക് ഇത് മറിഞ്ഞു, കുഴപ്പമില്ലല്ലേ ദീപോ? പാടമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ യു ദീപു ഹാപ്പി ബർത്ത്ഡേ ആ കുഞ്ഞ് കഷ്ണം എടുത്തോ. മോൾ. നല്ല കേക്കില്ല ദീപം, ചോറ് കഴിക്കാം. ആദ്യം ദീപന് വിളമ്പിക്കും, പിറന്നാൾ കുട്ടിക്ക് ആദ്യം മതി. ഓക്കെ, കാബേജ് തോരൻ മതി മതി. കൊണ്ടാട്ടമുളക് ഞാൻ തന്നെ വെച്ചു. ഓലൻ അല്ല സെൻറ്ററിൽ പുളിശ്ശേരി അല്ലേ മെയിൻ. ആ ആകെ 3-4 ഐറ്റമുള്ളൂ, മതി, അത് മതി അല്ലേ. കുറച്ചുകൂടെ ചാറ് ഒഴിച്ചു, ചാറ്. ഓക്കെ, എങ്ങനെയുണ്ട് മോരേറി അമ്മ? ഏറ്റവും ഇഷ്ടമായത് ഏതാ? ഓലൻ. ആദ്യമായിട്ടാണ് പിറന്നാളിന് ഒരാളെ സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞേക്കണത്. ഒന്നും വേണ്ട, കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ. കുറച്ച് ഓലൻ, കൊണ്ടാട്ടമുളക് കൂട്ടി അമ്മ. കുറച്ച് കാബേജ് നമുക്ക് തരാൻ മതി. ദീപം 1/2 കഷ്ണം പപ്പടം മതി. കൊണ്ടാട്ടം, കാബേജ്, ഓലൻ, മോരുകറി എല്ലാം കൂടിയുള്ളതാണ് കേട്ടോ അത്. നല്ല കൊള്ളട്ടോ. എനിക്ക് ആ മോരുകറിയുടെ ചാറ് മതി, കുറച്ചും കൂടി. ഓക്കെ, മോരുകറി മാത്രം മതി. നീർമാശേ കട്ടി ഇല്ല, അതുകൊണ്ട് ഗ്ലാസ്സിൽ തന്നെ ഒഴിക്കേണ്ടി വരും. കുറച്ച് പോയിട്ട് 1/2 ഗ്ലാസ് പോയേ. എനിക്ക് പെട്ടെന്ന് മട്ടണമ്മ. നീ പായസം കുടിക്കുക, ഞാൻ കൈ എഴുതട്ടാ. അമ്മയുടെ കുടിച്ചു കഴിഞ്ഞാ പായസം കുടിക്കാത്തോണ്ട് ഞാൻ ഒരു കഷ്ണം കേക്ക് എടുത്തോളാം. അടിപൊളിയല്ലേ? അടിപൊളി കേക്കായില്ലേ? ഇങ്ങനെ ആരെങ്കിലും തിന്നോ? ദീപു ഹാപ്പിയാ? ഫൈബിൾ എന്ന് വെച്ചാല് 5 ത്രിബിൾ എന്ന് പറഞ്ഞ പോലെ 5 മടങ്ങാ. മതിയാ അമ്മയ്ക്ക്? അത് മതിയാ? കഴിച്ചോ. എത്ര കഷ്ണമായി?
ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയുള്ള 2ാമത്തെ ബർത്ത്ഡേ ആണിത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഫ്ലെയിം ആൻഡ് ഗോളാണ് ആഘോഷിച്ചത്. അതിന്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേക്കാൾ ഉപരി ആ ഫുഡ് കഴിക്കണ റിവ്യൂ പോലെ ആയിരുന്നു ആ വീഡിയോ. അപ്പൊ എന്തായാലും വളരെ നല്ല ഒരു രസമുള്ള ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഇതുവരെയുള്ള എല്ലാം ഒരു എന്താ പറയാ നല്ലൊരു എനർജിയും അല്ല അമ്മ. ഈ ഒരു കൊച്ചു ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.